നമസ്കാരം. KSRTC കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരനെന്ന നിലയിൽ ഒരു ഫോൺ കോൾ എത്തി. വിളിച്ചതോ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിന്റെ ഫോൺ കോൾ എത്തിയത് തന്നെ അറിയാതെയായിരുന്നു. കൃത്യമായി മറുപടി നൽകാതിരുന്ന വനിതാ ജീവനക്കാർ അടക്കം 9 കണ്ടക്ടർമാരെ ഇപ്പോൾ ഗണേഷ് കുമാർ തന്നെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. പരാതികൾ അറിയിക്കാനും ബസ് സമയം അറിയിക്കാനും KSRTC കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന യാത്രക്കാരുടെ ഫോൺ കോളുകൾ കൃത്യമായ മറുപടിക്ക് ലഭിക്കുന്നില്ല എന്നത് നേരത്തെ ഉയർന്ന പരാതി തന്നെയായിരുന്നു. ഇതിനെ പലപ്പോഴായി ചെക്ക് ചെയ്യാൻ ഗണേഷ് കുമാർ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇന്നാണ് പിടിവീണത്. കൺട്രോൾ റൂം സംവിധാനം ഒഴിവാക്കുകയാണെന്നും പകരം ആപ്പ് സംവിധാനം ഉണ്ടാക്കുമെന്നും നേരത്തെ മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു. കൺട്രോൾ റൂമിൽ പലരും ജോലി ചെയ്യാതെ ഇരിക്കുന്നുവെന്ന് നേരത്തെ മന്ത്രി ഉയർത്തിയ വിമർശനത്തിലൊന്നായിരുന്നു. മന്ത്രിയുടെ കോളിന് കൃത്യമായ മറുപടി ലഭിക്കാതിരുന്നതോടെ അന്വേഷണം നടത്തി സ്ഥലം മാറ്റാൻ KSRTC MDക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനു പുറമെ ഇദ്ദേഹത്തിന്റെ സിനിമാ സീരിയൽ മേഖല ഇടപെടലും ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. ഒരിടത്ത് അദ്ദേഹം മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ മറ്റൊരിടത്ത് വീണ്ടും സ്ഥാനം കിട്ടുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ ഗതാഗത മന്ത്രിയാണെങ്കിലും സീരിയൽ താരങ്ങളുടെ ഇടയിലും അദ്ദേഹം വളരെയധികം മുന്നിൽ തന്നെയാണ്. സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ 20ാമത് ജനറൽ ബോഡി മീറ്റിംഗും തിരുവനന്തപുരത്തെ SP ഗ്രാൻഡീസ് ഹോട്ടലിൽ നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും പ്രസിഡന്റ് മോഹൻ ഐരൂരും കിഷോർ സത്യവൈസും പ്രസിഡന്റുമാരും ദിനേശ് പണിക്കർ ജനറൽ സെക്രട്ടറിയും പൂജപ്പുര രാധാകൃഷ്ണൻ സെക്രട്ടറിയും സാജൻ സൂര്യ ട്രഷററുമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനപ്പുറമുള്ള സന്തോഷ വാർത്തകളും നിൽക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഉപരി അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചില വാർത്തകൾ ഇലക്ഷനെ സംബന്ധിച്ചും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നിലമ്പൂർ ഇലക്ഷനെ കുറിച്ചും KB ഗണേഷ് കുമാർ ചിലത് പറഞ്ഞിരുന്നത്. ഇതും സോഷ്യൽ മീഡിയ അടക്കം എടുത്തുവെക്കുന്ന വാർത്തകളായി മാറുകയാണ്. എല്ലായിടത്തും KB ഗണേഷ് കുമാറിന്റെ അഭിപ്രായവും കൈയും എത്തുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അതുപോലെ സിനിമയും സീരിയലും ഒന്നും കൈവിടുന്നില്ല. എല്ലാം കൂടെ കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഓരോന്നിനെ കുറിച്ച് പ്രതികരിക്കുമ്പോഴും നമുക്കത് മനസ്സിലാകുന്നുണ്ട്. നിലമ്പൂർ വിഷയത്തിൽ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് M സ്വരാജ് എന്നായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊണ്ടുവന്നത്. UDF തരംതാണ നടപടിയാണ് തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. വഴിക്കടവിലെ വിഷയം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചുവെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ അറബിക്കടലിലെ കപ്പൽ അപകടത്തിന് കാരണം LDF സർക്കാരാണെന്ന് പോലും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ എന്തു നടന്നാലും കുറ്റം സർക്കാരിന്റെ തലയിൽ വയ്ക്കുന്നതാണ് പ്രതിപക്ഷ ശീലമെന്നും എന്തും പ്രചാരണ യുദ്ധമാക്കുന്നത് കപട നാടകമെന്ന് തിരിച്ചറിയാനുള്ള ശേഷി ജനങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം പറയുന്നു. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ചും മന്ത്രി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനെക്കുറിച്ചും KB ഗണേഷ് കുമാർ പ്രതികരിക്കാൻ മടിക്കാറില്ല. എല്ലാം അദ്ദേഹത്തിന്റെ കൈകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനപ്രതിനിധിയായി നിൽക്കുന്നതും. ഗണേഷ് കുമാറിന് ഒരുപാട് ഫാൻസുകളുണ്ട്. അദ്ദേഹം ഇത്തരത്തിൽ എല്ലാത്തിനെക്കുറിച്ചും സംസാരിക്കുന്നത് കൊണ്ടാണ്. ഏതൊരു മന്ത്രിയാണ് സ്വന്തം വകുപ്പിൽ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ നിരീക്ഷിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് ബസ്സിൽ കയറുക, ബസ് സ്റ്റാൻഡിലേക്ക് വിളിക്കുക, ഇത്തരത്തിൽ തന്നെ പല സംഭവങ്ങളും ഗണേഷ് കുമാർ ഇതിനു മുൻപും നടത്തിയിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം അറിയിക്കുന്നുണ്ട്. UDF തരംതാണ നടപടി തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. വഴിക്കടവിലെ വിഷയം പോലും രാഷ്ട്രീയ മുതലെടുപ്പ് ശ്രമിച്ചുവെന്ന് തുറന്നു പറയുകയും ചെയ്തു. തന്റെ കൂടെ ഉള്ളവർ പോലും തെറ്റ് ചെയ്താൽ തുറന്നു പറയുന്ന രീതിയിൽ തന്നെയാണ് ഗണേഷ് കുമാർ ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണം നല്ല രീതിയിൽ തന്നെയാണ്. KSRTC അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രം തന്നെയാണ്. അദ്ദേഹം അത് ഇതിനു മുൻപും തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ ഇവിടെ അനുസരിച്ചുള്ള ക്യാമറ കണ്ണുകൾ പോലും ബസ്സുകളിലുണ്ട്. അതെല്ലാം തന്നെ KB ഗണേഷ് കുമാറിന്റെ ശേഷിക്ക് പിറന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു മന്ത്രി തന്നെയാണെന്ന് എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. UDFന്റെ രീതിയായാലും LDFന്റെ രീതിയായാലും അദ്ദേഹം പ്രതികരിക്കും. സിനിമയിലായാലും സീരിയലിലായാലും അദ്ദേഹം പ്രതികരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം വകുപ്പിലും പ്രതികരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല.